എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സദ്യ തന്നെയാണ് കേട്ടോ. ഈ സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഇതിൽ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും, ഒരു സദ്യ ഇങ്ങനെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം മുൻകൂട്ടി ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കാൻ പറ്റും. കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ഏത് ദിവസമായാലും നമുക്ക് ഈ സദ്യ ഉണ്ടാക്കുന്ന ദിവസം ഒരു 11 മണി ആകുമ്പോഴേക്കും നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് കുളിച്ച് കോടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരുങ്ങി നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ കിച്ചണിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ട് ഓണസദ്യ ഒരുക്കട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത് തലേ ദിവസം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അത് തലേ ദിവസം രാവിലെ തന്നെ തുടങ്ങണം. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് സദ്യയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വെക്കാം. അതിൽ ചോറ് മുതൽ പപ്പടം പഴം മുതൽ എല്ലാം എഴുതി വെക്കണം. എല്ലാം എഴുതിയിട്ട് പപ്പടവും അതുപോലെ തന്നെ ചോറൊന്നും എഴുതാൻ മറന്നു പോയാൽ അത് ലാസ്റ്റ് ചോറ് വെക്കാൻ മറന്നു പോകും. നമ്മൾ എല്ലാം കൂടി ഉണ്ടാക്കുന്ന തിരക്കിൽ ആദ്യം കൂട്ടാനുണ്ടാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ചോറുണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ പപ്പടം കാച്ചാൻ മറന്നു പോകും. അതുകൊണ്ട് ലിസ്റ്റിലെല്ലാം ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് അതിൽ ഏതൊക്കെ വിഭവങ്ങളാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് വേണ്ട എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം തലേ ദിവസം. കൂടുതൽ മുമ്പ് വാങ്ങി വെക്കാൻ പറ്റില്ല, പച്ചക്കറി ആയതുകൊണ്ട് കേടായിപ്പോവും. അതുകൊണ്ട് തലേ ദിവസം മാത്രം പച്ചക്കറി വാങ്ങുക. അന്ന് രാവിലെ ലിസ്റ്റ് ഉണ്ടാക്കുക, ഉടൻ തന്നെ ഇൻഗ്രീഡിയൻസ് ചെയ്ത സാധനങ്ങൾ വാങ്ങാം. എന്നിട്ട് നമുക്ക് ചെയ്ത് വെക്കേണ്ടതുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇതുപോലെ തൊലി കളഞ്ഞ് വെക്കുക. പിന്നെ അതുപോലെ തന്നെ തോരനുള്ളത് ഞാൻ പയറുകൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്, അച്ചിങ്ങ പയറുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ അത് തോരന് വെക്കുന്ന പണിയേ ഉള്ളൂ. തോരൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ പൊളിച്ചിട്ട് ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 3 തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ, അത് മതിയാകും. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്യാതെ എല്ലാം റെഡിയാക്കി വെക്കുക. കഴുകലൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യുന്നത്. ഞാൻ ആദ്യം പുളിയിഞ്ചി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം പുളി എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നമ്മൾ പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ആ ചൂടൊന്ന് പോയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് 5 അച്ച് ശർക്കരയും ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അത്യാവശ്യം ഒരു 3/4 ഭാഗം വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 5 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും. ആ സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പുളിയിഞ്ചി റെഡിയായി. ഇതിന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്ക് അച്ചാറാണ് ഉണ്ടാക്കി വെക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ കടകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്നും പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 100 ഗ്രാം ഈത്തപ്പഴം തൊലി കളഞ്ഞ് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ചാർ നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ. ഇത് നമുക്ക് ബിരിയാണിയിലോട്ടും പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സുർക്കയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കടുകും അതുപോലെ തന്നെ കായവും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. സദ്യയിലോട്ടും അതുപോലെ ബിരിയാണി, നെയ്ച്ചോറിലോട്ടും കഞ്ഞിയിലോട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരച്ചാർ ഇതാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി അച്ചാർ തയ്യാറാക്കുന്നത് നമ്മുടെ പപ്പായ അച്ചാറാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ, വേണമെന്നുള്ളവർക്ക് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറാണ്. പപ്പായ വീട്ടിലുണ്ടെങ്കിൽ ഒരു അച്ചാർ ഇതന്നെ തയ്യാറാക്കുക. അങ്ങനെ നമ്മൾ 2 ഐറ്റം അച്ചാറും പുളിഞ്ചിയും ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇതൊക്കെ തലേ ദിവസമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ സാമ്പാറാണ്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കുന്ന സാമ്പാറാണ്. കാരണം ഇത് പിന്നെ അന്ന് ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റ് പിറ്റേ ദിവസമായിരിക്കും. അപ്പം നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന തലേ ദിവസം തന്നെ സാമ്പാറും ഒരുക്കി വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പണി നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് സാമ്പാർ പൊടി ചേർക്കാതെയാണ് ഈ ഒരു സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ ഇതും മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ടാണ് ഈ ഒരു സാമ്പാർ റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പാറിനൊരു സൂപ്പർ ടേസ്റ്റാണ്. അതാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സദ്യ ഉണ്ടാക്കുന്ന ദിവസം ഈ ഒരു സാമ്പാർ എങ്ങനെയെന്ന് നോക്കിയിട്ട് തലേ ദിവസം നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി വെക്കുക. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പാറും തലേ ദിവസം തന്നെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ നമുക്ക് ചൂടാറിയതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിറ്റേ ദിവസം എടുത്തിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പിറ്റേ ദിവസം, അതായത് സദ്യ ഉണ്ടാക്കുന്ന ദിവസമാണ് ഒരുങ്ങുന്നത്. ആദ്യം നമുക്ക് പായസം റെഡിയാക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ടാണ് കേട്ടോ പായസം റെഡിയാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചെറുപയർ പരിപ്പ് ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വറുത്തിട്ടൊന്നുമില്ല, നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 വിസിൽ വേവുന്നത് വരെ വേവിക്കുന്നുള്ളൂ. 1 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടാണ് ചെയ്യുന്നത്. കുക്കറിലുള്ള പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി അഥവാ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളത്തിൽ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയിട്ട് ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് തേങ്ങയുടെ 2ാം പാലും കൂടി ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 കപ്പ് പശുവിൻ പാലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതൊന്ന് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഉണ്ടാക്കുന്ന 3-4 വീഡിയോസ് ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റേഷൻ അരി കൊണ്ട് ചോറ് വെക്കുന്നതും അതുപോലെ തന്നെ കുക്കറിൻ്റെയോ റൈസ് കുക്കറിൻ്റെയോ സഹായം ഇല്ലാതെ ചോറ് വെക്കുന്നതും കുക്കറിൽ ചോറ് വെക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ചോറ് വെക്കുന്ന വീഡിയോസ് ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചോറ് വെക്കുന്നത്, ഏത് അരിയാണോ വെക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോറ് വെക്കട്ടോ. അപ്പോൾ ചോറിനിട വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഓലനാണ്. ഈ ഓലൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനുള്ള മമ്പയറൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. അപ്പോൾ അതൊന്നും ചെയ്യാതൊക്കെ തലേ ദിവസത്തെ പണിയിലുള്ളതാണ്. പിറ്റേ ദിവസം ഈ മമ്പയർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. അപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഓലൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് കണ്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലനാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇനി നമുക്ക് അവിയലുണ്ടാക്കാം. അപ്പോൾ ഓലനൊരു അടുപ്പത്തടെ വേവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെയാണ് അവിയലും തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലോട്ട് കഷ്ണങ്ങളൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അവിയലിന് സാധാരണ നമ്മൾ നീളത്തിലാണല്ലോ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ക്യാരറ്റ്, പിന്നെ അതുപോലെ വഴുതനങ്ങ, പൊട്ടാറ്റോ, അച്ചിങ്ങപ്പയർ, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒന്നുകൊണ്ട് വെന്താൽ മതി, കാരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. കാരണം നമ്മളിത് നീളത്തിൽ അരിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വേവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഇതിലോട്ട് വറവൊന്നും ഇടില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ആ തിളച്ച് വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങ, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 5-6 ഗാന്ധാരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളകാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചുവന്നുള്ളി, ജീരകം ഇതെല്ലാം കൂടി അരച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. ഇനി തോരനാണ് റെഡിയാക്കുന്നത്. തോരന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണയും കടുകും ഇട്ട് പൊട്ടുന്ന സമയത്ത് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ തലേ ദിവസം തന്നെ അച്ചിങ്ങ, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അച്ചിങ്ങ പയറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തോരൻ വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തോരൻ വെച്ച് നോക്കാത്തവർ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നൊരു തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഒരു പച്ച കളറ് പോകാൻ പാടില്ല.
എന്നിട്ട് നമുക്കിതിലോട്ട് തേങ്ങയും ജീരകവും അതുപോലെ ചുവന്നുള്ളിയും ഒരു പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കിത് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ പയറിൻ്റെ പച്ച കളർ നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. പച്ച കളർ നഷ്ടപ്പെട്ടാൽ പയറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. ഇനി നമുക്ക് ചേന ഫ്രൈ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾ എത്ര അളവിലാണോ ചേന എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലപ്പൊടികൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര അളവിലാണ് എടുക്കുന്നത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫ്രൈ ചെയ്യാനുള്ള അളവിലുള്ള ചേന എടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ഉഗ്രൻ ചേന ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ബീട്രൂട്ട് കിച്ചടിയാണ്. ഇതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങയും കുറച്ച് ആവശ്യത്തിന് എരിവിന് വേണ്ട കാന്താരി മുളകോ പച്ചമുളകോ ചേർത്തിട്ട് ഒന്ന് മിക്സിയിട്ട് അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഇവിടെ റെഡിയായി. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കിച്ചടിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കാറ്. ഇനി ഞാൻ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 കപ്പ് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചടിയാണ് തയ്യാറാക്കുന്നത്. പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ഐറ്റംസും ഞാൻ ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു ഐറ്റംസ് കഴിഞ്ഞിട്ടല്ല ഒന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ 4 അടുപ്പത്തും സാധനമാണ്. അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ പായസത്തിലോട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് വറവിട്ടിട്ട് പായസത്തിലോട്ട് ഒഴിച്ചിട്ടോ. അപ്പോഴേക്കും ഇവിടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരച്ച ശർക്കര ഒന്ന് ചീകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയും പച്ചമുളകും കൂടി അരച്ചത് നമ്മൾ കിച്ചടിക്ക് അരച്ച അതേ തേങ്ങയുടെ ബാക്കി തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. രണ്ടിനും ഒരുമിച്ച് അരച്ചതായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. ഇത് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ രസം തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിലോട്ട് വേണ്ടി 2 തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ ജീരകവും അതുപോലെ കുരുമുളകും ഒക്കെ അരച്ചിട്ടുള്ളൊരു പേസ്റ്റാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ജീരകം അരക്കുന്നില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും ആ ഒരു ടൈമിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നല്ലപോലെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് വാങ്ങി വെക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിശ്ശേരിയാണ് തയ്യാറാക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചിട്ട് അതൊന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 കപ്പ് മോരും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മോര് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം തിളക്കാൻ പാടില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സദ്യ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ.